കേസിന്റെ വിചാരണ ഘട്ടത്തിലടക്കം പ്രത്യേകിച്ച് ക്രോസ് വിസ്താരത്തിലടക്കം ഈ മൊഴികളിലെ വൈരുദ്ധ്യം അതാണല്ലോ പ്രധാനമായും ദിലീപിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പും ഉള്ള പല മൊഴികളും ഇത്തരത്തിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നതറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന മൊഴിയായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റേത്. അതൊരു പക്ഷേ ഈ കേസിൽ തന്നെ വഴിത്തിരിവാകും എന്ന് കരുതിയതാണ്. മാത്രമല്ല വധഗൂഢാലോചന പോലെയുള്ള വകുപ്പുകൾ ദിലീപിന് നേരെ ചാർത്തിയത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അത് കേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുവരെ പ്രോസിക്യൂഷൻ്റെ വാദം എന്നത് ദിലീപും അതോടൊപ്പം തന്നെ പൾസർ സുനിയും രഹസ്യബന്ധമാണ് സൂക്ഷിച്ചത്. അവർ പരസ്പരം കാണാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിരുന്നു, ഫോണിൽ പോലും ബന്ധപ്പെട്ടിരുന്നില്ല എന്നൊക്കെയാണ്. ഈ പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് താൻ ദിലീപിനെയും പൾസർ സുനിയെയും ദിലീപിൻ്റെ വസതിയിൽ വെച്ച് കണ്ടു, ഒരുമിച്ച് സഞ്ചരിച്ചു, ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കണ്ടു. ഇതെല്ലാം പറയുന്നൊരു സാഹചര്യം. ഇങ്ങനെ ഈ വിസ്താരത്തിലേക്ക് വരുമ്പോൾ, കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം വസ്തുതാപരമായ തെളിവുകൾ ഉണ്ടാകണം. അതിനപ്പുറത്ത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഏത് തരത്തിലായിരുന്നു ബാധിച്ചത് രഞ്ജിത്ത്? ഇത് ഈ പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത്, അഭിലാഷ് നമ്മൾ സംസാരിച്ചത് മഞ്ജു വാര്യർ കൃത്യമായി കോടതിക്ക് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ പിന്നീട് ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കോൺട്രഡിക്ഷൻസ് കോടതിക്ക് മനസ്സിലായി എന്ന് കൃത്യമായി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊന്ന് ഈ മ്യൂച്വൽ പെറ്റീഷൻ ഡിവോഴ്സ് കേസിൽ മ്യൂച്വൽ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് താങ്കളാണോ മുൻകൈ എടുത്തത് എന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു മഞ്ജു വാര്യരോട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടത് ഓർക്കുന്നില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അതുതന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സിലേക്ക് എത്തിയത് എന്നും കാവ്യയുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഡിവോഴ്സ് ആയിരുന്നു എന്നുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് കൃത്യമായി അന്നത്തെ ഡിവോഴ്സിൽ പോയിന്റ് ബൈ പോയിന്റായി വെച്ചുകൊണ്ട് അത് കോടതിയിൽ സമർത്ഥിക്കാനാകുമോ എന്നുള്ള ഒരാശങ്ക മഞ്ജു വാര്യർക്കുണ്ടായിരുന്നു എന്ന സംശയം ഈ വിചാരണ കോടതിക്കും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ 17/4/2013 മഞ്ജു വാര്യർ ഈ പ്രശ്നങ്ങളെ തുടർന്ന് ദിലീപിൻ്റെ വീട് വിട്ടിറങ്ങിയിട്ട് താലി ഉപേക്ഷിച്ചാണ് പോകുന്നത്. ദിലീപ് കിട്ടിയ താലി ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ ദിലീപിൻ്റെ അമ്മയോട്, അതായത് അമ്മായി അമ്മയോട് പറയുന്നത് ദൂരയാത്ര പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നീട് പോകുന്നത് ഗീതു മോഹൻദാസിൻ്റെ മുംബൈയിലുള്ള വസതിയിലേക്കാണ്. അവിടെയാണ് പിന്നീട് ഇവർ വളരെ അധികം നാളും താമസിച്ചത് എന്നും കോടതി ഈ രാമൻപിള്ളയുടെ ക്രോസിംഗിലും മറ്റും വ്യക്തമായിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ ക്രോസിംഗിൽ മനസ്സിലായ മറ്റൊരു കാര്യം, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഈ കാവ്യ മാധവൻ ദിലീപിന് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇത്തരത്തിൽ പോലീസിനോട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടില്ല എന്നത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ദിലീപിനെയും കാവ്യ മാധവനെയും താൻ വിളിച്ചു എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അതും പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമൊക്കെ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അതിനും വളരെ കൃത്യമായ ഒരു മറുപടി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ കാവ്യയുടെ അമ്മയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നും കാവ്യയുടെ അമ്മ ഈ ബന്ധം തനിക്കറിയാമെന്ന് പറഞ്ഞുവെന്നും ഈ ബന്ധത്തിൽ കാവ്യയുടെ അമ്മയ്ക്ക് ചില ആശങ്കകളുണ്ട് എന്നും കോടതിയെ മഞ്ജു വാര്യർ ബോധിപ്പിച്ചിരുന്നു, അത്തരത്തിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യവും ഒട്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതും കാവ്യ മാധവനും അമ്മയ്ക്ക് ഈ വിഷയം അറിയാം, ദിലീപുമായുള്ള ബന്ധം അറിയാം എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ മഞ്ജു വാര്യർക്ക് സാധിച്ചില്ല എന്നതും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനെയും ചേർത്ത്, സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനും ഒപ്പമാണ് ഈ നടിയുടെ വീട്ടിലെത്തിയത് എന്ന കാര്യവും വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതും പോലീസിന് മൊഴിയായി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിജീവിതയായ നടി അവരെ കൊണ്ട് മഞ്ജു വാര്യരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൃത്യമായി പറഞ്ഞത് ഈ കാവ്യ മാധവൻ്റെ നടിയുടെ അച്ഛനാണ്, പിതാവിൻ്റെ നിർബന്ധത്തിലാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും മൊഴിയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതെയുള്ള ഒരു അന്വേഷണം, അതാണ് പല വിഷയങ്ങളിലും പ്രോസിക്യൂഷൻ കൃത്യമായി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ പറ്റി എന്ന് കോടതി വളരെ കൃത്യമായി ഈ നിരീക്ഷണം നടത്തിയത് എന്നുള്ളത് പ്രധാനമാണ്. അതായത് അങ്ങനെ പലതരത്തിലുമുള്ള
മൊഴികൾ, ഈ കോടതിയെ അറിയിച്ച മൊഴികൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില കോൺട്രഡിക്ഷൻസ് ഈ കേസിന്റെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതൊക്കെ മഞ്ജു വാര്യരുടെ മൊഴി അവിശ്വസിക്കാൻ കോടതിക്ക് കാരണമായി എന്നുള്ളത് പ്രധാനമാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടത്. അത് വളരെ കൃത്യമായി തന്നെ ഈ വിധിന്യായത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ആ വിധിന്യായത്തിൽ, അത് നമുക്കറിയാം 1800ഓളം പേജുകളുള്ള ഒരു വിധിന്യായമാണ്. അതിൽ 276 പേജ് മുതൽ മഞ്ജു വാര്യരുടെ മൊഴിയും അതിനെ തുടർന്ന് കോടതിക്കുണ്ടായ സംശയങ്ങളും എന്തുകൊണ്ട് ആ മൊഴി കൃത്യമായും കോടതി കൺസിഡർ ചെയ്തില്ല എന്നുള്ള കാര്യവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ്. യെസ്, അതായത് രഞ്ജിത്ത്, നമ്മൾ പലപ്പോഴായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒന്നുണ്ട്. ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കുറ്റക്കാരനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എന്നത് അന്വേഷണ സംഘത്തിൻ്റെതാണ്. അന്വേഷണ സംഘം കോടതിയിൽ അതിന് ശക്തി പകരുന്ന തെളിവുകൾ ഹാജരാക്കണം. ഒപ്പം ആ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രോസിക്യൂഷൻ കൃത്യമായ വാദമുന്നയിക്കണം. എപ്പോഴും കോടതിയെ വിമർശിക്കുന്നവർ അടക്കം ഉണ്ട് എന്നത് അതൊരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ പോലെയോ പുറത്ത് പ്രകടനങ്ങൾ നടത്തി ആ പ്രകടനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരെ പോലെയോ ഒന്നും ഇടപെടാൻ സാധിക്കില്ലല്ലോ. അതായത് രഞ്ജിത്ത്, കോടതി ഈ വാക്കാൽ പരാമർശങ്ങളിൽ എങ്കിലും പറയുന്ന ഒന്നുണ്ട്. നമുക്കൊരാളെ സംശയിക്കാം, ആ സംശയം അതിശക്തവുമാകാം, അത്രമേൽ സംശയത്തോടു കൂടി ഒരാളെ നോക്കി കാണാം. പക്ഷേ കോടതിക്ക് ആ സംശയം വെച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുക എന്നത് സാധിക്കില്ല. ഒരു പ്രതി കുറ്റം ചെയ്തുവെന്നും ആ പ്രതി കുറ്റക്കാരനാണ് എന്നും തെളിയിക്കുന്ന രേഖകളാണ് ഇവിടെ. ഇത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിടുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പ്രകാരം മഞ്ജു വാര്യർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് പറയാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയുന്നു എന്നുള്ളതാണല്ലോ രഞ്ജിത്ത്. ഇതിപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള തലമുറയാണ്. അവരോട് നമുക്ക് കുറച്ചുകൂടിയൊക്കെ എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സ്വാഭാവികമായും ഒരു പരാതി ഉയർന്നു വന്നാൽ, ഒരാൾക്കെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ അതിൽ അഭിഭാഷകരുടെയൊക്കെ സഹായം തേടി ആ വാദങ്ങൾ എത്രത്തോളം ശക്തിപ്പെടുത്താം എന്ന് അഭിഭാഷകരുമൊക്കെ ഉപദേശിച്ചിട്ട് തന്നെയാണ് ഈ കോടതിയിലേക്ക് എത്തുന്നത്. അതല്ലാതെ ഇതൊന്നും സിനിമകളിൽ കാണുന്നത് പോലെ അന്വേഷണ സംഘത്തിന് ഒരു ദിവസം വളരെ പെട്ടെന്ന് തെളിവുകളൊക്കെ ശേഖരിക്കുക എന്നത് സാധ്യമല്ല. കോടതിയിൽ പോയും വാദമുന്നയിക്കുക എന്നതൊന്നും ഈ സിനിമകളിൽ കാണുന്നത് പോലെയല്ല. ഓരോരോ വകുപ്പുകൾക്കനുസരിച്ച് ആ വകുപ്പുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നൽകണം. നേരത്തെ നൽകിയിട്ടുള്ള വിവരങ്ങളും ഇപ്പോഴത്തെ മൊഴിയുമായി താരതമ്യപ്പെടുത്തും. അതിൽ ചില മൊഴിമാറ്റങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ വ്യക്തമാകുന്നത് അത്തരത്തിൽ, അതായത് ഒരു ഭാഗത്ത് അന്വേഷണ സംഘത്തിന് നൽകിയൊരു മൊഴി, അതിനപ്പുറത്ത് കോടതിയിലേക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലുള്ള മൊഴി. ഈ മൊഴികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെ തള്ളിക്കളയേണ്ടതായി വരുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും. അതായത് ഈ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം തകർന്നതിൻ്റെ മൂല കാരണം ഈ നടിയാണ് എന്നാണല്ലോ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് അത്തരമൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നടിയോട് ദിലീപിന് വലിയ വിരോധമുണ്ടാകുന്നതും അത് ഇത്തരത്തിലൊരു കൊട്ടേഷനിലേക്ക് എത്തിച്ചു എന്നതും വളരെ കൃത്യമായി സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അത് മൊഴിയായി നൽകേണ്ടത്, അതിൽ വളരെ കൃത്യമായി ഇടപെടേണ്ടത്, അത് മൊഴിയായി നൽകുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനമുള്ള മൊഴിയായി മാറുന്നത് നമുക്കറിയാം, യാതൊരു സംശയവുമില്ല, മഞ്ജു വാര്യർ ദിലീപിൻ്റെ ആദ്യ ഭാര്യയുടെ തന്നെയാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കിയ തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് മഞ്ജു വാര്യരുടെ ദിലീപിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അത് മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ലക്ഷ്യം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിലൊന്നും ഈ കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ ബന്ധം വഷളാകത്തക്ക രീതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതൊരു എന്താണ് ക്രോണോളജി ആയി തന്നെ ഈ മൊഴിയായി വളരെ കൃത്യമായ മൊഴിയിൽ മഞ്ജു വാര്യർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ചത് സ്വാഭാവികമാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അഭിഭാഷകർ പഠിപ്പിച്ചതുപോലെ രണ്ടാമത് ഇത്തരം കാര്യങ്ങൾ അവസരം കിട്ടിയപ്പോൾ മൊഴിയായി പറയുകയായിരുന്നോ എന്നുള്ള സംശയമൊക്കെ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വരാതിരുന്ന പല തെളിവുകളും പല കാര്യങ്ങളും വീണ്ടും മഞ്ജു വാര്യർ എടുത്തു പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ തെളിവ് ശേഖരണ സമയത്ത് എന്തുകൊണ്ട് അവിടെ കൃത്യമായി പറഞ്ഞില്ല എന്ന സംശയവും ചോദ്യവും ഉയരുകയും മറ്റുമുണ്ടായി. അത് കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും മഞ്ജു വാര്യരുടെ മൊഴി അവിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുകയാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ കോടതി പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് രാമൻ പിള്ളയുടെ പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജു വാര്യർ
വാര്യരുടെ മൊഴികളുമായി ബന്ധപ്പെട്ട് പല കോൺട്രഡിക്ഷൻസും വ്യക്തമാണ്, അതായത് പല വൈരുദ്ധ്യങ്ങളും വ്യക്തമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അത് മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രൈമായിട്ടുള്ള അതായത് PW34 പ്രൈം വിറ്റ്നസ് ആണ്. PW34 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 ആണ് മഞ്ജു വാര്യരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുക, ആ മൊഴിക്ക് ആധാരമായ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ നേരത്തെ പറയാത്ത പല കാര്യങ്ങളും മഞ്ജു വാര്യർ കോടതിയിൽ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും തയ്യാറാക്കി തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ എത്തുകയും അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഈ പറഞ്ഞ മൊഴികളിൽ പലതും തരിപ്പണമായി പോകുന്ന സാഹചര്യവും മറ്റും ഉണ്ടാകുന്നതാണ് ഈ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. അത് കോടതി വിശ്വാസത്തിലെടുക്കേണ്ടി വരികയും മഞ്ജു വാര്യരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ വാദമുഖങ്ങൾ പുറത്തു നിരത്തിയാലും കോടതിക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം കോടതിക്ക് ഉപോത്ബലമായി പല തെളിവുകളും ഹാജരാക്കേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം തെളിവുകൾ ഹാജരാക്കുന്നതിലൂടെയാണ് ഒരു കേസിൽ ഒരു നിഗമനത്തിലേക്ക് കോടതിക്ക് എത്താൻ സാധിക്കുക. പുറത്തു നടക്കുന്ന വാദഗതികൾക്കൊന്നും അത്ര പ്രസക്തി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ, അതനുസരിച്ച് കോടതി കണ്ടെത്തുന്ന ചില സത്യങ്ങൾ, കോടതിക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ, അതനുസരിച്ചാകും ഒരു വിധിന്യായം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കാവ്യയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അത് കോടതിയെ മഞ്ജു വാര്യർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊരു പക്ഷേ വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് നേരത്തെ കൈമാറിയിരുന്നുവെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി അത് മാറിയേനെ. മറ്റൊന്ന് ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മെസ്സേജ് ഉപയോഗിച്ച ഫോൺ പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ മഞ്ജു വാര്യർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ നടിയുടെ പിതാവ് നിർബന്ധിച്ചിട്ടാണ് നടി മഞ്ജു വാര്യരോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്ന കാര്യം. അതും ഈ നടി തുറന്നു പറഞ്ഞു എന്ന കാര്യം, പിതാവിൻ്റെ നിർബന്ധത്തിൻ്റെ കാര്യമൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കാതിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയൊരു വൈരുദ്ധ്യമായി കോടതി കാണുകയാണ്. അത് പിന്നീട് ജഡ്ജ്മെൻറ്റിലേക്ക് വരുമ്പോൾ കോടതിക്ക് സംശയം ഉളവാക്കുന്ന പല മൊഴികളുടെ പല ഘടകങ്ങളായി മാറുന്നു. സ്വാഭാവികമായും പലതരത്തിലും കേസുകളെ സമീപിക്കുമ്പോൾ ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള മൊഴികൾ കോടതി തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി തന്നെ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ദിലീപിൻ്റെ അഭിഭാഷകൻ സാധിച്ചു എന്നുള്ളതാണ് ദിലീപിന് ആശ്വാസകരമായ ഒരു വിധി വന്നത് എന്നതും പ്രധാനമാണ്. അഭിലാഷ്, അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ വാദങ്ങൾ നടന്നത്, കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പലതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ പോലും എങ്ങനെ പുറത്തു വന്നു എന്നതടക്കം പോലും സംശയങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതെങ്ങനെ എന്ന സംശയം ഉയർന്നിരുന്നു. അതുപോലെ ചില ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നത് എങ്ങനെയുള്ള സംശയങ്ങൾ. അതിനിടെ പല മാധ്യമങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ എന്താണ് കോടതി മുറിക്കുള്ളിൽ നടന്നത്? എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ? പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്? അതിനെ പ്രതിഭാഗം അഭിഭാഷകർ എങ്ങനെയാണ് ചലഞ്ച് ചെയ്തത്? അതിൽ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകരുടെ വാദം എങ്ങനെ പരാജയപ്പെട്ടു? എന്നാൽ 8ാം പ്രതിയായിരുന്ന ദിലീപിൻ്റെ അഭിഭാഷകരുടെ വാദം എങ്ങനെ വിജയിച്ചു? എങ്ങനെയാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്? ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് 1700 പേജുള്ള ഒരു വിധി പ്രസ്താവം. അത് ഒരു സാധാരണക്കാരന് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന സംശയം പോലും എനിക്കുണ്ട്. കാരണം ഇതെല്ലാം എഴുതി തയ്യാറാക്കുകയാണ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ, അതിൽ തന്നെ മെമ്മറി കാർഡ് ചോർന്നത്, ബാലചന്ദ്രകുമാറിൻ്റെ ഇടയ്ക്കുള്ള രംഗപ്രവേശനം, ഒപ്പം ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ, ഒപ്പം വിട്ടുപോയിട്ടുള്ള മേഡം ശ്രീലക്ഷ്മി പോലെയുള്ള പേരുകൾ, ഇങ്ങനെ സമഗ്രമായൊരു റിപ്പോർട്ട് തന്നെയാണ് ഈ കോടതി വിധി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പാളിച്ചകളുണ്ടോ എന്നത് നിയമവിദഗ്ധർ ആണ് പരിശോധിക്കേണ്ടത്. പാളിച്ചകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് അപ്പീൽ കോടതിയിൽ, മേൽക്കോടതിയിൽ അഭിഭാഷകർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അവിടെ തിരുത്തുകളും ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ആധികാരികമായി ഈ കോടതി വിധിയെ മാത്രമാണ് മുന്നിൽ വെക്കാനുള്ളത്. ആ കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.